വികസന മുന്നേറ്റ യാത്ര പൂർത്തിയാക്കി ജോസ് കെ മാണിയും മാണി ഗ്രൂപ്പും സീറ്റ് ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1000 സീറ്റുകൾ LDF നൽകിയിട്ടും ജയിക്കാൻ സാധിച്ചത് നാമമാത്രമായ സീറ്റുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി ജോസിനും ഗ്രൂപ്പിനും സീറ്റുകൾ വാരിക്കോരി നൽകുമ്പോൾ 2 വട്ടം ചിന്തിക്കണമെന്ന മുന്നറിയിപ്പ് CPM-ന് മറ്റ് ഘടകകക്ഷികൾ നൽകിക്കഴിഞ്ഞു. LDF-ന്റെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി ജോസ് കെ മാണിയെ CPM നിയോഗിച്ചതിന് മുന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി പുറത്തേക്ക് കടക്കാനാകാത്ത വിധം CPM ജോസിനെ കുടുക്കിക്കഴിഞ്ഞു. അതിനുമപ്പുറം പാലാ എന്ന ഊരാകുടുക്കിൽ ജോസിനെ തളച്ചിടാൻ റോഷി അഗസ്റ്റിനും സാധിച്ചതോടെ മറ്റ് നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് ജോസ് കെ മാണി നിൽക്കുന്നത്. അതേസമയം പാർട്ടിയിലെ 2 MLA-മാർ അടക്കം UDF-ലേക്ക് പോകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് മാതൃഭൂമി പത്രം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. MLA-മാർ ആരൊക്കെയാണെന്നത് വ്യക്തമായിട്ടില്ലെങ്കിലും അതൃപ്തി പുകയുന്നുണ്ടെന്ന കാര്യം പത്രം അടിവരയിട്ട് പറയുന്നുണ്ട്. ഇത് മുതലാക്കുവാനുള്ള വഴികളാണ് കോൺഗ്രസ് തേടുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര തലസ്ഥാനത്ത് സമാപിക്കുന്ന വേളയിൽ ഈ MLA-മാർ UDF-ന് കൈകൊടുക്കുമെന്നും പറയുന്നുണ്ട്. അത് ലക്ഷ്യം വെച്ചുള്ള ചർച്ചകൾ കോട്ടയം കേന്ദ്രീകരിച്ച് നടക്കുന്നുമുണ്ട്. ഈ MLA-മാരെ അനുനയിപ്പിക്കുവാനുള്ള തത്രപ്പാടിലാണ് ജോസ് കെ മാണി നിൽക്കുന്നത്. ഈ നീക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ നീക്കങ്ങൾ നിരീക്ഷിച്ച് കോൺഗ്രസ് അവരുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. മുന്നണി വിടില്ലെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കിയെങ്കിലും ആ പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറികളിൽ കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുമുണ്ട്. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും പാലാ സീറ്റിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായ പ്രകടനം നടത്തിയത് അസാധാരണ സംഭവമായിരിക്കെ മാണി ഗ്രൂപ്പിനുള്ളിൽ ഒരു വിഭാഗത്തിന്റെ മനസ്സ് UDF-നൊപ്പമാണെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ യാത്ര സമാപിച്ച ശേഷമാണ് UDF-ലെ സീറ്റ് ചർച്ചകൾ തുടരുന്നത്. മാണി ഗ്രൂപ്പിൽ നിന്ന് ഒരു വിഭാഗം UDF പക്ഷത്തേക്ക് വരുന്ന വിസ്മയമുണ്ടാകുമെന്ന് കരുതുന്ന ചിലരൊക്കെ കോൺഗ്രസിലുമുണ്ട്. ഈ വിസ്മയത്തിനൊപ്പമാണ് 2 MLA-മാർ കൂടി UDF-ൽ എത്തുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. മാണി ഗ്രൂപ്പിനുള്ളിലെ പാലാ സീറ്റുമായി ബന്ധപ്പെട്ട 2 അഭിപ്രായം അതിനുള്ളിലെ ഉരുൾപൊട്ടലുകളുടെ തുടക്കമായി കാണുന്നവരുമുണ്ട്. ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് റോഷി നിരന്തരം പറയുന്നത് ജോസിന് മത്സരത്തിൽ ഒഴിഞ്ഞു നിൽക്കാനുള്ള അവസരം ഇല്ലാതാകുമെന്ന് ഉറപ്പാണ്. രാജ്യസഭാ MP പദവിയിൽ ഇനിയും ഏറെ സമയം ശേഷിക്കെ ജോസിന് റിസ്ക് എടുത്ത് ഒരു മത്സരത്തിന് ഇറങ്ങേണ്ട കാര്യമില്ല എന്ന് പറയാം. പക്ഷേ പാലാ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് വൈകാരികമായ മണ്ഡലമാണ്. KM മാണി അരനൂറ്റാണ്ട് പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിക്കണമെന്ന് പാർട്ടിയിൽ ആരെങ്കിലും പരസ്യമായി പറയുന്നതിലും തെറ്റില്ല. പക്ഷേ തുടർച്ചയായി പാർട്ടി തോൽവി ഏറ്റുവാങ്ങിയ മണ്ഡലത്തിൽ ജോസ് തന്നെ മത്സരിക്കണമെന്ന് ആലോചിക്കാൻ സമയം ഏറെ ബാക്കിയുള്ളപ്പോൾ തന്നെ ശഠിക്കുന്നത് ജോസിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. ജോസ് മത്സരിക്കുന്നില്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ ഇടുക്കി വിട്ട് ഇവിടെ വന്ന് മത്സരിക്കാം. റോഷിയുടെ ജന്മനാട് ഈ മണ്ഡലത്തിലാണ്. എന്നാൽ 1/4 നൂറ്റാണ്ട് തന്നെ ചേർത്ത് നിർത്തിയ ഇടുക്കിയുമായുള്ള വൈകാരികമായ അടുപ്പം റോഷിയെ മാറ്റി ചിന്തിപ്പിക്കില്ലെന്ന് ഉറപ്പിക്കാം. ഈ ഘട്ടത്തിൽ ജോസ് കെ മാണി ഇടുക്കിക്ക് വണ്ടി കയറാതിരിക്കാനുള്ള നീക്കം കൂടി റോഷിയുടെ ഈ പ്രസ്താവനകളിലൂടെ കാണാൻ സാധിക്കും. പക്ഷേ അതൊക്കെ ജോസിന്റെ അന്തിമ തീരുമാനത്തിന് അനുസൃതമായിരിക്കുമെന്ന് ഉറപ്പാണ്. മാണി ഗ്രൂപ്പിലെ അസംതൃപ്തരെ സ്വീകരിച്ചാലും തങ്ങളുടെ സീറ്റിൽ വെട്ടിക്കുറവിന് അനുവദിക്കില്ലെന്നാണ് PJ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിന്റെ നിലപാട് എന്ന് കാണാം. 10 സീറ്റിൽ നിന്ന് ഒന്നുപോലും കുറയ്ക്കാൻ സമ്മതിക്കില്ല. നീക്കുപോക്കുകൾ സമ്മതിക്കുമെങ്കിലും തിരഞ്ഞെടുപ്പ് വിദഗ്ധർ കനകലുവിന്റെ അഭിപ്രായം സ്വീകരിച്ചുള്ള വിട്ടുവീഴ്ചകൾക്ക് നിൽക്കരുതെന്നാണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഉയരുന്ന പൊതുവെയുള്ള അഭിപ്രായം. എന്തായാലും അടുത്ത 2 ആഴ്ച മാണി ഗ്രൂപ്പിനും ജോസ് വിഭാഗത്തിനും അതിനിർണായകമായ സമയമാണ്. പാർട്ടി പിളരാതെ പിടിച്ചു നിൽക്കാനുള്ള ജോസ് കെ മാണിയുടെ നീക്കം എത്രമാത്രം ഫലിക്കുമെന്ന് ഈ കാലയളവിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം.